ഞാൻ ഉൾപ്പെടെയുള്ള കൊല്ലംകാർ വളരെ അഭിമാനത്തോടെ കാണുന്ന ഒരു സ്ഥലമാണ് കൊല്ലം ബീച്ച്. പക്ഷേ കുരങ്ങൻ്റെ കൈ പൂമാല കിട്ടിയ അവസ്ഥയാണ് ഇന്ന് അതിൻ്റേത്. ദയവ് ചെയ്ത് ഇതിൽ രാഷ്ട്രീയം കാണരുത്. ഒരു മാറ്റം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മുടെ ബീച്ച് എത്രത്തോളം മോശമായിട്ടാണ് ഇപ്പോൾ കിടക്കുന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത ജില്ലയായ ആലപ്പുഴയിലെ ബീച്ച് ഒന്ന് കണ്ടിട്ട് നമുക്ക് കൊല്ലം ജില്ലയിലെ ബീച്ചിൻ്റെ അവസ്ഥ ഒന്ന് കാണാം. കൊല്ലം ബീച്ചിൻ്റെ 2-3 മടങ്ങ് വലിപ്പമുള്ള ബീച്ചാണെങ്കിലും വളരെ മനോഹരമായ ബീച്ചാണ്. ധാരാളം കച്ചവടക്കാർ ഉണ്ടെങ്കിലും ബീച്ചിൻ്റെ ഭംഗിക്ക് കോട്ടം വരുന്ന രീതിയിലുള്ള ഒരു കട പോലും കാണാനില്ല. നല്ല നിലവാരമുള്ള ബങ്കുകളാണ് എവിടെയും സ്ഥാപിച്ചിട്ടുള്ളത്. കൊല്ലം ബീച്ച് മുഴുവൻ ടാർപോളിൻ വലിച്ചു കെട്ടി ബീച്ചിൻ്റെ ഭംഗി അപ്പാടെ നശിപ്പിച്ചിരിക്കുകയാണ്. ആലപ്പുഴ ബീച്ചിൽ വലിയ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നുമില്ല. ഉള്ള കാര്യങ്ങൾ ഭംഗിയോടെയും വൃത്തിയോടെയുമാണ് ഇപ്പോൾ നിലവിൽ കാണുന്നത്. ബീച്ചിലെ കാറ്റാടി മരങ്ങൾക്കിടയിൽ ഗംഭീരമായി ചെയ്തിട്ടുള്ള ഇരിപ്പിടങ്ങളും ഫുഡ് കോർട്ടുകളും അതുപോലെ വാക്ക്വേകളും ലൈറ്റ് സെറ്റിങ്ങും ഒക്കെ ചെറുതാണെങ്കിലും വളരെ മനോഹരമാണ്. ഗോവയിലെ ബീച്ചുകളുടെ ഒരു ചെറിയ പതിപ്പാണിവിടം. നമ്മുടെ കൊല്ലത്തെ ബീച്ചിലും ഇതുപോലെ കാറ്റാടി മരങ്ങളുള്ള സ്ഥലമുണ്ട്. പക്ഷേ അവിടം മാലിന്യ നിക്ഷേപ കേന്ദ്രമായി കിടക്കുകയാണ്. വെറുതെ കോൺക്രീറ്റ് ബെഞ്ചുകൾ പണിതുകൊണ്ടോ കൂടുതൽ കോൺക്രീറ്റ് നിർമ്മിതികൾ കൊണ്ടോ അല്ല ബീച്ച് മനോഹരമാക്കേണ്ടത്. പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള സിമ്പിളായ കൺസ്ട്രക്ഷൻ ആണ് വേണ്ടത്. കോടികൾ ചെലവാക്കി നവീകരിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. അത് കൃത്യമായി പരിപാലിക്കാനുള്ള സംവിധാനം കൂടെ ഏർപ്പെടുത്തേണ്ടതുണ്ട്. കോടികൾ മുടക്കി നിർമ്മിക്കുന്ന ഇതുപോലുള്ള പൊതുസ്ഥലങ്ങൾ നശിപ്പിക്കുന്ന കാര്യത്തിൽ ജനങ്ങളും ഒട്ടും പിന്നിലല്ല. അവർ ഉത്തരവാദിത്വത്തോടെ പെരുമാറാത്തതാണ് കൂടുതലും ഇത് നാശത്തിലേക്ക് പോകാനുള്ള കാരണം. ഇനി നമുക്ക് കൊല്ലം ബീച്ചിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയൊന്ന് നോക്കാം. ധാരാളം ടൂറിസ്റ്റുകൾ വരുന്ന ഒരു പ്രദേശമാണ്. അതുപോലെ തന്നെ കൊല്ലത്തിൻ്റെ മുഖമുദ്രയും കൂടെയാണ് ഈ കൊല്ലം ബീച്ച്. കേരളത്തിൽ ധാരാളം ബീച്ചുകളുണ്ട്. പക്ഷേ അവിടെയൊന്നും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു കച്ചവട സംസ്കാരമാണ് നമ്മുടെ കൊല്ലത്ത് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ബഡ്ജറ്റിൽ ബീച്ച് നവീകരണത്തിന് വേണ്ടി തുക വകയിരുത്തിയിട്ടുണ്ട്. പക്ഷേ ഇതുപോലെയാണ് നമ്മുടെ പരിപാലനമെങ്കിൽ ഈ തുകയും വെള്ളത്തിലായി പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ബീച്ചിൽ പ്രവർത്തിക്കുന്ന പല ഫുഡ് കോർട്ടുകളും ഈ മണൽപ്പരപ്പിലാണ് പ്രവർത്തിക്കുന്നത്. അത് കാരണം വേസ്റ്റുകൾ വീഴുന്നത് പോലെ എലികളുടെ ശല്യം വളരെയേറെ കൂടുതലാണ്. ഈ ആൾക്കാർ ഇരിക്കുന്നതിൻ്റെ ഇടയിലൂടെ എപ്പോഴും എലികൾ ഓടുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ കാണുന്നതെല്ലാം എലികളുടെ മാളങ്ങളാണ്. അപ്പോൾ ഈ വെയിലുള്ള സമയമായതുകൊണ്ടാണ് കാണാത്തത്. രാത്രിയാകുമ്പോൾ ഇതെല്ലാം ഈ മാളത്തിൽ നിന്ന് പുറത്തു വരും. നമ്മുടെ കൊല്ലത്തല്ലാതെ കേരളത്തിലെ ഒരു ബീച്ചിലും ഇതുപോലെ ടാർപോളിൻ വലിച്ചു കെട്ടിയിട്ടുള്ള ഒരു കടകൾ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ എല്ലാ ബീച്ചുകളിലും നല്ല ഹൈടെക് ആയിട്ടുള്ള ബങ്കുകളാണ് ഇപ്പോൾ കച്ചവടത്തിനായിട്ട് സാധാരണ കാണാറ്. ഈ ബീച്ചിൽ ഇത്രയും മാലിന്യം ഉണ്ടാകുന്നത് ഇവിടുത്തെ കച്ചവടം മൂലമാണ്. അപ്പോൾ ഈ കച്ചവടക്കാരെ ഒഴിവാക്കുക എന്നുള്ളത് സാധ്യമല്ല. പക്ഷേ ഇവിടുത്തെ മാലിന്യത്തിൻ്റെ ഉത്തരവാദിത്തം പൂർണ്ണമായി ഈ കച്ചവടക്കാരിൽ തന്നെ നിക്ഷിപ്തമാക്കുക. അവരെ ബോധവൽക്കരിക്കുക. ജനങ്ങൾ ഈ മാലിന്യം വലിച്ചെറിയുന്നത് തടയാൻ ഭക്ഷണങ്ങൾ വിതരണം ചെയ്യുമ്പോൾ തന്നെ ബോധവൽക്കരിച്ച് കൊടുക്കുവാനുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തുക. എല്ലാ കടകളിലും മാലിന്യം വലിച്ചെറിയുന്നുള്ള മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുക. അതുപോലെ തന്നെ വേസ്റ്റ് ബിന്നുകൾ കറക്റ്റായിട്ട് സ്ഥാപിക്കുക. ഇതെല്ലാം കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ നിരീക്ഷിക്കേണ്ടതുമാണ്. ഇത് ഒന്നുമില്ലാത്തത് കാരണമാണ് പൊതുജനങ്ങൾ ഈ വരുന്ന ബീച്ചിലും അവിടെ ഇവിടെയെല്ലാം ഈ വേസ്റ്റുകൾ വലിച്ചു വാരി എറിഞ്ഞ് ഈ ബീച്ച് മൊത്തം മലിനമാകുന്നത്. ഇവിടെ പ്രവർത്തിക്കുന്ന കച്ചവടക്കാരും കടലിലാണ് ഈ വേസ്റ്റുകൾ മൊത്തം ഡംപ് ചെയ്യുന്നത് എന്നാണ് തോന്നുന്നത്. കാര്യം ഈ കടലിൻ്റെ ഒരു വശത്താണ് പൂർണ്ണമായിട്ടും വലിയ രീതിയിലാണ് മാലിന്യം കൂടിക്കിടക്കുന്നത്. കോർപ്പറേഷനോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരോ അടിയന്തരമായിട്ട് ഇത് ഇടപെട്ട് ഈ ബീച്ചിൽ ശുദ്ധീകരിക്കുന്ന ഈ ക്ലീൻ ചെയ്യുന്ന ഒരു അടിയന്തര നടപടി സ്വീകരിക്കുക. ബീച്ച് നവീകരിച്ചില്ലെങ്കിലും വേണ്ടിയില്ല, ഈ മാലിന്യമുക്തമാക്കിയെങ്കിലും ഈ ബീച്ച് നിലനിർത്താനുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്.